മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നുമായി ആർ ശ്രീലേഖ നടത്തുന്ന ചില പ്രതികരണങ്ങളാണ്. അതായത് ബി സംസ്ഥാന നേതൃത്വം തന്നെ മേയറാക്കാം എന്ന വാഗ്ദാനം തനിക്ക് നൽകിയാണ് മത്സരിപ്പിച്ചത്. അതിനുശേഷമാണ് അതിൽ നിന്ന് മാറിയത്. അതിന്റെ അതൃപ്തി അവർ തുറന്നു പറയുകയാണ്. അല്ല, അങ്ങനെ ചില ഓൺലൈൻ വാർത്തകൾ വന്നതായിട്ട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ രാവിലെ CM-ൻ്റെ ഒക്കെ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ടും ഓഫീസിൽ ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു, അതുകൊണ്ട് തന്നെ ഡീറ്റെയിലേക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ചില വാർത്തകൾ ഒന്നും പറയുന്നത് കേട്ടു. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. ഏത് വിധത്തിലാണ് അവരെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെയോ പഠിപ്പിട്ടിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ച മുഖം ആർ ശ്രീലേഖയുടേതായിരുന്നു. അങ്ങനെയാണ് BJP അധികാരത്തിലെത്തിയതെന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വാർത്ത കേട്ടില്ലെന്ന് പറയുമ്പോൾ അലക്സ് വിലാൽ ഓരോ അക്ഷരം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലേഖയായിരുന്നു മുഖം, BJP അവതരിപ്പിച്ച മുഖം അവരായിരുന്നു. ആ ഓൺലൈനിൽ പറയുന്ന വാർത്ത ഞങ്ങൾ കേട്ടില്ല. ആ വാർത്ത കേൾക്കാതെ എങ്ങനെയാണ് ഞാൻ അതിൽ ഓരോ കാര്യം ഞാൻ ആ വാർത്ത കേട്ടിട്ട് വീണ്ടും നമ്മൾ കാണുമല്ലോ. പാർട്ടിയുടെ സിസ്റ്റം അതാണോ? ഒരു മേയറാക്കാം, നിങ്ങളെ നേരത്തെ മേയറാക്കാമെന്ന് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണോ പാർട്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങുക? അങ്ങനെ പറയുന്ന ഓൺലൈൻ വാർത്ത ഞാൻ കേട്ടതിന് ശേഷം നമ്മൾ ഇന്നോ നാളെയൊക്കെ തന്നെ വീണ്ടും കാണുമല്ലോ.